ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാട്ടോ. ഇന്നത്തെ ഒരു ദിവസമാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പകർത്താൻ പോണത്. രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഇവിടെ വന്നതിൻ്റെ രാവിലെ എല്ലാവരും എണീക്കുന്ന എനിക്കറിയാം. പക്ഷേ ഇവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പാലപ്പെട്ടി അമ്പലത്തിൽ എനിക്ക് പെട്ടെന്ന് തോന്നി അമ്പലത്തിലൊന്ന് പോകണം. കുറേ നാളായി പാലപ്പെട്ടി അമ്പലത്തിൽ പോയിട്ട്. ഇപ്പോൾ സമയം 7:30 മണി കേട്ടോ. സാധാരണ ഈ സമയത്തൊന്നും ഇവിടെ വന്നാൽ എനിക്കില്ല. ഒരു 10 മണിയാവും എന്തായാലും. പിള്ളേരെ എണീറ്റിട്ടുണ്ടെങ്കിൽ അമ്മ പോയി ഫുഡ് കൊടുക്കും. അങ്ങനെയാണ് പതിവ്. അതായത് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അമ്മ ഫോൺ വെച്ച് കൊടുക്കും. അപ്പോൾ ഇതാ നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം. ആ ഭാഗത്തായിട്ട് ഇവിടെയുള്ള എല്ലാ ചെടിയും കൊണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ കാറ് വരുന്നതുകൊണ്ട് ചെടിച്ചട്ടിമൊക്കെ ഇടിക്കുന്ന കാരണം അമ്മമ്മ ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അല്ലുക്കുട്ടനെ എണീറ്റിട്ടുണ്ട്. അല്ലുക്കുട്ടന് ഇതേ പാലൊക്കെ കൊടുത്ത് അവരൊന്ന് സെറ്റാക്കിയിട്ട് വേണം കുളിപ്പിക്കാനായിട്ട്. സ്വഭാവം സെറ്റായിട്ടില്ല. കാരണം ഈ ഒരു ടൈമിൽ എണീറ്റിട്ടുണ്ടെങ്കിൽ വീണ്ടും കിടന്ന് ഉറങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ ഉറക്കാൻ നിന്നില്ല. വേഗം റെഡിയായി പോകണം. 8:45 ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ പോകണം. അങ്ങനത്തെ ഒരു ചായ ഒക്കെ കുടിക്കാൻ പോകണം. രാവിലെ തന്നെ കുളി ചെയ്യുമ്പോൾ ആഹാ നല്ല സുഖം കേട്ടോ. കുളിക്കാൻ ഭയങ്കര മടിയാണെങ്കിൽ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സുഖം തന്നെയാണ്. അപ്പം ഞാൻ ഈ ചായ ഇരുന്ന് കുടിക്കാൻ കാരണം വേറെ ഒന്നല്ല, അമ്മാമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ചായ തണുപ്പിച്ച് കളയും ഈ കുട്ടി, വെറുതെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിളിക്കുന്നൊക്കെ പറയും. ഞാൻ ചായ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പണിക്കാട്ടാണെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവരെ കാര്യങ്ങൾക്കിടയിൽ ഓരോ സിപ്പ് കുടിക്കുക അങ്ങനെയാട്ടോ. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മാമ്മ ഇരുത്തി കുടിപ്പിക്കുന്ന അറിയില്ലേ, അങ്ങനെയാണ്. ഓരോ ഫുഡ് തരുമ്പോഴും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഉച്ചയ്ക്കലത്തെ ഫുഡൊക്കെ ആയാലും എന്നോട് സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കുക. പിള്ളേർ അവിടെ നടന്നോളും. പിള്ളേർ കരഞ്ഞോട്ടെ, നീ ആദ്യം കഴിക്കുക, നിൻ്റെ വയറ്റിക്ക് ആദ്യം പോയാലേ നിനക്ക് അവർ നോക്കാനുള്ള ആരോഗ്യം ഉണ്ടാവുള്ളൂ. എൻ്റെ പൊന്നെ, ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഹൊറിബിളാണെങ്കിലും പിന്നെ ഞാൻ ആലോചിക്കും നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല അങ്ങനെ പറയണേന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബ്യൂട്ടീഷ്യൻ ഇരുന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു മോയ്സ്ചറൈസർ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നത്തെ പോലെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുക. അപ്പോഴേക്ക് നമ്മുടെ അല്ലുക്കുട്ടൻ എത്തിയിട്ടുണ്ട്. അല്ലുക്കുട്ടൻ ഞാൻ കുളിപ്പിച്ചിട്ടില്ല, അമ്മ കുളിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നോട് അമ്മ പറഞ്ഞു നീ ആദ്യം റെഡിയായി നിൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചേക്ക്, പിള്ളേരെ കാര്യം ഞാൻ നോക്കിക്കൊണ്ടു പറഞ്ഞു. അപ്പോൾ ഹാപ്പി, എനിക്കൊരു പ്രശ്നവുമില്ലല്ലോ. ഇവർക്ക് കഴിക്കാനായിട്ട് ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓട്സ് എന്തായാലും അവർ കഴിക്കില്ല, എന്നാലും അമ്മയൊരു സമാധാനത്തിന് ഞാൻ അതുണ്ടാക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ എന്നിട്ട് ബിസ്ക്കറ്റ് ഉണ്ട്, ബിസ്ക്കറ്റ് കയ്യിൽ കൊടുക്കാം. പിന്നെ അമ്പലത്തിൽ തിരിച്ചു വരുന്ന വഴി നമുക്ക് എന്തെങ്കിലും നല്ല മസാല ദോശ, അങ്ങനെയാണല്ലോ അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ മസാല ദോശ. പിന്നെ എന്താണ് ഗൈസ്, നമ്മുടെ അയനക്കുട്ടനെ എണീറ്റിട്ടില്ല കേട്ടോ. അവൻ നല്ല ഉറക്കത്തിലാണ്. അവന് എന്താ പറയുക, നിർബന്ധപൂർവ്വം എണീറ്റിട്ടുണ്ടെങ്കിൽ അത് സീനായിരിക്കും. അപ്പോൾ അവൻ കുറച്ചുകൂടി കഴിയുമ്പോൾ എണീറ്റോളം എന്തായാലും ആദ്യം അല്ലുക്കുട്ടൻ്റെ കാര്യം സെറ്റാക്കട്ടെ. അപ്പോൾ അല്ലൂസ് ഇങ്ങനെ ഞങ്ങളിങ്ങനെ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കണ്ട. അവനെ ഏകദേശം എല്ലാം അറിയാം. അതായത് ലിപ്സ്റ്റിക്ക് ഏതാണ്, പൊട്ട് ഏതാണ്, ഫൗണ്ടേഷനൊക്കെ ഏതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ തേച്ചു കൊടുത്ത് സമാധാനിപ്പിച്ചു. അല്ലെങ്കിൽ പിന്നെ അതുമ്മ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പോക്ക് നടക്കൂല. ഓരോ കാര്യത്തിനും വാശിയായിരിക്കും. കുളിക്കാൻ മടിയായിരിക്കും, പാമ്പേഴ്സ് മാറ്റാൻ മടിയായിരിക്കും, ഡ്രസ്സ് ഇടാൻ മടിയായിരിക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എന്നോട് കുറച്ച് പേര് പറഞ്ഞു പിള്ളേർക്ക് ലിപ്സ്റ്റിക് ഒന്ന് ഇട്ടെടുക്കുന്നത്. ശരിയാട്ടോ, വളരെ ശരിയാണ്. പക്ഷേങ്കിൽ ചില സാഹചര്യത്തിൽ നമ്മൾ അമ്മമാർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നതാണ്. അതല്ലാതെ മനഃപൂർവ്വം എന്താ പറയുക നമ്മളിതാക്കി കൊടുക്കുന്നതല്ല. പിന്നെ നിങ്ങൾ പറയുന്ന കമൻസിനെ നമ്മൾ എന്താ പറയുക അവോയ്ഡ് ചെയ്യണതല്ല, അതെനിക്കറിയാം. എന്തായാലും അങ്ങനെ പറഞ്ഞത് നമ്മുടെ മക്കളോടുള്ള ഇഷ്ടങ്ങളോ എന്ന് എനിക്ക് മനസ്സിലായി. വേറെ എന്താ, അപ്പോൾ അതേ ചുണ്ടൊക്കെ ചോപ്പിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു സൈഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരുക്കം തീർന്നിട്ടില്ല ഗൈസ്. എന്നാൽ ഞാൻ നല്ല അതിവിശാലമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ, ഇനിയിപ്പോൾ അമ്മാമതി അവിടെ ഓട്സ് കുടിക്കുക, 2 പറ്റോ അത് തിന്ന് ഇത് തിന്ന്, അത് കഴിക്കില്ലെങ്കിൽ പഴം കഴിച്ചിട്ട് പോകുന്നു, അല്ലെങ്കിൽ പിള്ളേരെ ബിസ്ക്കറ്റ് ആയാലും കഴിക്കുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മാമ്മ വിറ്റാണ്. അമ്മാമ്മ ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ എൻ്റെ പിന്നാലെ നടക്കും, ഓരോന്ന് തിന്നാൻ പറഞ്ഞിട്ട്. 2 പേരെയും സുന്ദര കുട്ടപ്പന്മാരാക്കി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലൂസിൻ്റെ സെയിം ഡ്രസ്സ് തന്നെ അയിനുക്കുട്ടനെ വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെയിം ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, ഓരോ പണിക്കാട്ടിലാണ്. അപ്പോൾ അങ്ങനെ അതിനൊരു യുദ്ധമായിരുന്നു. അവരതന്നെ വേണം, ചേട്ടൻ ഇട്ടിരിക്കുന്ന പോലെ തന്നെ വേണം. അപ്പോൾ നിങ്ങൾ പറയും അതെല്ലാം ചേച്ചി ഇടിപ്പിക്കേണ്ടത്, ഇരട്ട കുട്ടികളാകുമ്പോൾ അങ്ങനെ ഇട്ട് കിടക്കുന്നുണ്ട്. എനിക്കതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ ഇടിപ്പിക്കാറുണ്ട്. എപ്പോഴും എനിക്കങ്ങനെ ഒരു താല്പര്യം തോന്നാത്തതുകൊണ്ടാണ്. എല്ലാവർക്കും ഒരേ മൈൻഡ് ആവണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന വേറെ 2 ഷർട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവന് ആ പച്ച ഷർട്ട്, അവൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഷർട്ട് ആക്ച്വലി അല്ലോൻ്റെയാണ്. ഇവർക്ക് 2 പേർക്ക് അവരുടെ ഷർട്ടും അവരുടേതായ തിങ്സും ഏതാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അല്ലും കൂടെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഷർട്ട് അവൻ തന്നെ ഇടണം എന്ന് പറഞ്ഞിട്ട് ഒരു കണക്കിന് ഞാൻ എന്ത് ചെയ്തു, ഐനൂസിൻ്റെ തന്നെ ഷർട്ട് അവൻ ഇടിച്ചു കൊടുത്തു. റോസ് ഷർട്ടാണ് അവൻ്റെ. അല്ലുക്കുട്ടൻ്റെ ഞാൻ ഇടിക്കാൻ നിന്നില്ല, അത് മാറ്റി എടുത്തു വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്. അമ്മ ഡെയിലി പോകുന്ന ഓട്ടോറിക്ഷ ഉണ്ട്. ആ ഓട്ടോറിക്ഷ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമ്മൾക്ക് ഇറങ്ങാം. സമയം 8:45 കഴിഞ്ഞ് 9 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മാമ്മ അപ്പോൾ സ്ഥലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 9 മണിയായി, നട അടച്ചിട്ടുണ്ടാവും, ഇനി ഇവർ പിള്ളേർ അവിടെ ചെന്ന് തൊഴുത് വരുമ്പോൾ അതിന് ഇതെന്ന് ഇങ്ങനെ സെയിം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോസിൽ എന്തോ വയസ്സന്മാരായിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തോ ഡയലോഗ് പറഞ്ഞപ്പോൾ എന്നോട് ആരോ പറഞ്ഞു എന്താണോ ഒരു മാനേഴ്സിലാണ് സംസാരിക്കുന്നത്. അതിലെനിക്കൊരു മാനേഴ്സ് കുറവ് തോന്നിയില്ലേ പേഴ്സണലി. വയസ്സന്മാരെന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ടോക്കല്ലേ. ഞങ്ങളെ വീട്ടിൽ അങ്ങനെ പറയുന്നതുകൊണ്ട് ആർക്കും ഒരു വിഷമം ഉണ്ടാവാറില്ലേ. ഇപ്പം ശ്രീമോൻ ഇപ്പോൾ വയസ്സായി തുടങ്ങി, വയസ്സന്മാരല്ലേ അങ്ങനെ കാക്ക പറയുമ്പോൾ അതന്നെ ഞങ്ങളുടെ വീട്ടിൽ നോർമൽ ടോക്കാട്ടോ. അത് നിങ്ങൾക്കൊരു മാനേഴ്സ് കുറവായി തോന്നിയെങ്കിൽ അത് എന്താ ഓക്കെ, ഞാനത് പരിഗണിക്കാം. ഞാനൊരു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വെയിറ്റില്ല കേട്ടോ. ഞാനത് പറയും, ഞാനും അഞ്ചൊക്കെ ഡിസ്കസ് ചെയ്യും. ഇവരെന്താണ് ഇങ്ങനെ സാധാരണ പിള്ളേരൊക്കെ വന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യില്ലേ, വീഡിയോ ഒക്കെ എടുക്കാൻ പോസ്റ്റ് ചെയ്യില്ലേ, ഇവർക്ക് അതിനൊരു ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ ആറുകുട്ടിക്കും സെയിം തന്നെയാണ് കേട്ടോ. അവൾക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോസ് എടുക്കാനൊന്നും അധികം താല്പര്യമില്ല. അപ്പോൾ ഞങ്ങൾ പറയും ഇവർക്ക് ഇങ്ങനെ കണ്ട് അവർക്കത് അതിലൊരു പുതുമ തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ അവിടെ വീഡിയോ എടുത്ത് സൈഡിൽ ഫോം വെച്ചിട്ട് കഷ്ടപ്പെട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് എൻ്റെ കൂടെ നിൽക്കണം വീഡിയോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. അതിങ്ങനെ ആവുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിമാർ അല്ലെങ്കിൽ അയൽവക്കക്കാരൊക്കെ പോകുമ്പോൾ എന്നോട് ഹായ് ബൈ പറയുന്നുണ്ട്. കാരണം ഇവരെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വരും ഞങ്ങളുടെ അടുത്തേക്ക്. അങ്ങനത്തെ ഓട്ടോതെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോറിക്ഷയിൽ പോകാനായിട്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും അമ്മയും പിള്ളേരും ഒക്കെ ഓട്ടോയിലാണ് പോവുക. കാരണം നമ്മുടെ വീട്ടിൽ കാറോ വണ്ടിയോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ വാഹനമായ ഓട്ടോയിലാണ് ഇവർ ഇവിടെ വരുമ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ കൂടുതലായിട്ട് പോണത്. അവിടെ നമ്മൾ പണിക്കാട്ടിലായിരിക്കുമ്പോൾ ഒന്നെങ്കിൽ ടൂ വീലറിന് പോവും അല്ലെങ്കിൽ കാറിന് പോവും, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മരെ കൂടെ പോകാനായിട്ട്. ആ ഒരു കുടുക്കും ആ ഒരു സൗണ്ടും ഒക്കെ കേട്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതായത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ കാശിക്കുട്ടനാണെങ്കിൽ പൂരപ്പറമ്പിൽ ആനനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കൊട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അവന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവരിവിടെ ഓട്ടോറിക്ഷയുടെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം, ടാറ്റ പോകാന്നുള്ളൊരു സംഭവം. ബാ ഓട്ടോറിക്ഷയിൽ കയറ്. രണ്ടുപേരും ഇപ്പോൾ ആകാംക്ഷഭരിതരായി ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വാമൻ വണ്ടി എടുക്കും, ഇപ്പോൾ സൗണ്ട് കേൾക്കും, പിന്നെ നന്നായി കാറ്റൊക്കെ അടിക്കുമല്ലോ. അല്ലുക്കുട്ടനും അതിനെക്കൂട്ടനും ശരിക്കും സീറ്റിലിരിക്കണം. എന്നിട്ട് ആ കൈ ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. എനിക്ക് പേടിയാണ് കൈയാത്ത ഉണ്ടുമ്പോൾ വെച്ചിരിക്കുമ്പോൾ. പക്ഷെ അവന് അല്ലുക്കുട്ടൻ നിർബന്ധമാണ് അവൻ ആ സീറ്റിലിരുന്നിട്ട് എന്തൊക്കെയാണ് ഇത് ടൂ വീലറിൻ്റെ പോലെ തന്നെയല്ലേ ഓട്ടോയുടെ ആ ഒരു സ്റ്റീറിങ് എന്നല്ല പറയുക. കാറിൻ്റെ ആകുമ്പോൾ ഇങ്ങനെ റൗണ്ട് അല്ലേ, ഇതിങ്ങനെ പിടിച്ചതൊക്കെ തിരിക്കുന്നതൊക്കെ നോക്കും. പിന്നെ സൈഡിലായിട്ട് ഇങ്ങനെ ഇതൊക്കെ ഇടൂലേ, ഗിയറൊക്കെ മാറ്റൂലേ, അതൊക്കെ നോക്കും കേട്ടോ. രസമുണ്ട് ഞാനിവർ ഒബ്സർവ് ചെയ്യും, ഇവർ എന്തൊക്കെയോ നോക്കണേന്ന്. ഇവർക്ക് ഭയങ്കര കൗതുകമാണ് സംഭവം കാണാനായിട്ട്. അങ്ങനെ നമ്മളത് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പാലപ്പെട്ടി അമ്പലം. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരാണെങ്കിൽ എൻ്റെ അതേ പ്രദേശത്തുള്ളവരൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം അമ്പലത്തിനെ കുറിച്ചും. നമ്മൾ പറയുക കൊടുങ്ങല്ലൂർ അമ്മേരെ അനിയത്തിയാന്നാട്ടെ പറയുക പാലപ്പെട്ടി അമ്മേനെ. ഒരുപാട് നാളായി ഞാൻ പോയിട്ട്. അപ്പോൾ പെട്ടെന്നാണ് എനിക്ക് അമ്പലത്തിൽ പോകണം, എത്ര നാളായി പോയിട്ട് അമ്മേനെ കണ്ടിട്ട്. കല്യാണം കഴിഞ്ഞ പിന്നെ വളരെ കുറവാണ് പോയിട്ടുള്ളത്. ഇപ്പോഴും അശ്വതി വേലൊക്കെ വരാണ്. ആ സമയത്ത് എനിക്ക് ചിലപ്പം പോകാൻ പറ്റിയില്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ അതിന് മുന്നേ എന്തായാലും പോയിട്ട് വരണം, അമ്മേനെ കാണണം തുടർന്നൊക്കെ ഒരു പ്രത്യേക ഒരു ഉൾവിളി ഉണ്ടായപ്പോൾ ഞങ്ങൾ പോയതാട്ടോ. അപ്പോൾ അമ്മതേ ഓട്ടോയ്ക്ക് പൈസ ഒക്കെ കൊടുക്കുകയാണ്. ഞങ്ങൾ 4 പേര് നടക്കാട്ടോ. ഇന്ന് ഞങ്ങൾ പറയുന്നത് ഇന്നെന്താ തിരക്കും, അന്നൊരു വ്യാഴാഴ്ച ബുധനാഴ്ച എങ്ങാണ്ടായിരുന്നു. ഭയങ്കര തിരക്കുണ്ടല്ലോ. സാധാരണ മീൻസ് നോർമൽ ഡേയ്സിൽ കുറച്ച് തിരക്കുറവും പിന്നെ ശനി ഞായറൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് കുറച്ച് തിരക്ക് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ചേച്ചിനോട് ചോദിച്ചപ്പോൾ ഇല്ല എപ്പോഴായ പിന്നെ ഇങ്ങനെയാണ്, ഇന്നും തിരക്കുണ്ടാവും. അല്ല അങ്ങനെയല്ല, ഓരോ ദിവസം ഓരോ തരം പോലെയാണെന്ന് പറഞ്ഞു. വഴിപാട് കൗണ്ടറിൽ ക്യൂ നിൽക്കുക കേട്ടോ. കുറച്ച് വഴിപാടുകളൊക്കെ പിള്ളേരെ വീട്ടിൽ കഴിപ്പിക്കാനുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് നിഖിൽ ചേട്ടൻ എന്തോ വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു ഓരോന്നൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ അമ്മ അവിടെ നേരുന്നുണ്ട്. അപ്പോഴേക്കും ഞാനൊരു നെയ്യ് എടുത്തിട്ടുണ്ട് പേട്ടേക്കാരപ്പൻ്റെ അവിടെ വെക്കാനായിട്ട്. ഒരുപാട് നാളായി പറഞ്ഞ പോലെ നെയ്യൊക്കെ എടുത്ത് സമർപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് നമ്മുടേതായൊരു സെൽഫ് വിശ്വാസം ഉണ്ടാവില്ല. നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തി, ഒരു ആശ്വാസം, അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ. അപ്പോൾ ഉള്ളിലൊക്കെ ഞാൻ തൊഴുത് വന്നു. നാളേരെ കുടയ്ക്കേണ്ടായിരുന്നു, കുടച്ചു. അപ്പോൾ ഇവർക്ക് ഇവിടെ നാഗത്തിൻ്റെ അവിടെയൊക്കെ കയറിയിട്ട് മഞ്ഞളൊക്കെ തൊട്ട് സുന്ദര കുട്ടിപ്പന്മാരെ നല്ല കുട്ടികളായതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. വരുന്ന വഴി ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് വാങ്ങിക്കാം കേട്ടോ. മസാല ദോശ വാങ്ങിക്കണം. അപ്പം അമ്മേനോട് ചോദിച്ചു ചായ കുടിക്കാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ
ഒരു ചായയും പറഞ്ഞിട്ടുണ്ട്. പിള്ളേർക്ക് ഒരു വടയും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ മസാല ദോശയായിട്ട് ഞങ്ങളിതേ വീണ്ടും വീട്ടിലേക്ക് പോവാണ്. പിന്നെന്താ 3 മസാല ദോശ വാങ്ങിച്ചിട്ടുണ്ട്, എനിക്ക്, അമ്മയ്ക്ക്, അമ്മാമ്മയ്ക്ക്. അപ്പോൾ ഇതിൽ നിന്ന് വലിയ മസാല ദോശയായിട്ട് ആ ഹോട്ടലിലെത്തുക. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ വാങ്ങിക്കാൻ നിന്നില്ല. ഇവിടെ എത്തിയപ്പോഴേക്കും അമ്മാമ്മ ഒരു മിഠായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ജീരക മിഠായി. അത് തുറക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി നിൽക്കുകയാണ്. കുറച്ച് പാപ്പൊക്കെ കഴിച്ചു, വലിയ രീതിയിലൊന്നല്ല, എന്നാലും തൽക്കാലം ഒരു ആശ്വാസത്തിന് കഴിച്ചു. കാലത്ത് എപ്പോഴും ഒരു ഡയറ്റാട്ടോ, അതെനിക്കറിയില്ല. കാലത്ത് ഈ പിള്ളേരെ തീറ്റിപ്പിക്കാൻ അതിന് ഭയങ്കര പാടാണ്. ഇപ്പോൾ ഫോൺ ആകെ ഞാൻ ഒരു ടൈം വെച്ച് കൊടുക്കും, രാത്രിയിൽ ഞാൻ വെച്ച് കൊടുക്കും. കാരണം എനിക്ക് രാത്രിയിൽ ഈ പറഞ്ഞ പോലെ പുറത്തൊക്കെ പോയിട്ട് കൊണ്ടുനടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. രാവിലെയും ഉച്ചയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ പറമ്പിൽ ഇങ്ങനെ മെയ്യാൻ വിട്ടിട്ടാണ് ഓരോ വായും അല്ലെങ്കിൽ ഒരു ടാങ്കിലത്തെ ഒരു ഫുൾ വെള്ളം എന്താ പറയുക മുറ്റത്ത് കളയിപ്പിച്ചിട്ടൊക്കെയാണ് ഞാൻ കൊടുക്കുക. ടാപ്പ് തുറന്നിട്ട് അതിന് ഫ്രണ്ടിൽ നിന്നോളൂ. ഇപ്പോൾ ബക്കറ്റ് വെച്ച് കളിക്കലൊക്കെ ആയിട്ട് ഒന്നും പറയണ്ട. അതിൻ്റെ ഇടയ്ക്ക് 2 പേരും കൂടി തല്ലുകൂടിയിട്ട് അമ്മ രണ്ടെണ്ണത്തിട്ട് 2 സൈഡിൽ നിർത്തിയിരിക്കുകയായിരുന്നു. ഇവനത് അലക്കല്ലിൻ്റെ അവിടുത്തെ പൈപ്പിൽ നിർത്തിയിട്ടുണ്ട്, അവനെ പൊക്കിക്കൊണ്ടുപോയിട്ട് ബാത്റൂമിലത്തെ പൈപ്പിൽ നിർത്തിയിട്ടുണ്ട്. ഒന്നും പറയണ്ട. അമ്മമ്മയാണെങ്കിൽ അകത്ത് ചെമ്മീൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം പോയപ്പോൾ, അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചീത്ത പറയാനുണ്ടാ എന്തുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അതായത് ഇവനെ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വാശിയാണ്, ഇളകും, നാഗവല്ലി പോലെ ഇളകും. അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിച്ചത് ഞാൻ ഉച്ചയ്ക്കലത്തെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതീ പറഞ്ഞ പോലെ അമ്മാമ്മരെ മരുന്നുമ്പട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് കത്രികയൊക്കെ കൊടുത്തിട്ടൊക്കെയാണ്. എല്ലാവരും പറയും അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യും, പക്ഷേങ്കിൽ ഓരോ പിള്ളേരും ഓരോ തരമല്ല. എനിക്ക് അവരെ നാക്കിനനുസരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ തല പുകയാത്തത് എൻ്റെ ഭാഗ്യം. 2 പേർക്കും ഓരോ തരമാണ്. അതൊക്കെ കഴിഞ്ഞത് ചെമ്മീൻ വറുത്തതുണ്ടായിരുന്നു, നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാത്രം കൂട്ടിയിട്ടാണ് ചോറുണ്ട്. വേറെ എന്തൊക്കെയോ കറികളമ്മ വെച്ചിട്ടുണ്ടായിരുന്നു, പരിപ്പ് തക്കാളിയൊക്കെ ഇട്ട്, അതൊന്നും എടുത്തില്ല. ആ പച്ച ചോറും അച്ചാറും ചെമ്മീൻ വറുത്തമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ മീൻ വറുത്തത് കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. ശരി കേട്ടാ, ബാഗ് എടുക്കമ്മ. അല്ലോ അമ്മാമ്മക്ക് ബായ് പറയേ, മുത്തിയമ്മാമ്മക്ക് ബായ് പറയേ. അമ്മമ്മ വരും, അവിടെ നിൽക്കട്ടാ. മുത്തിമാമ്മയുടെ ഒക്കെ ബായ് പറഞ്ഞിട്ട് ഇറങ്ങാട്ടെ. അല്ലൂസിലെ ബായ് പറയുന്നതൊക്കെ നല്ല രസമാണ്. അമ്മേ ഹായ്, അമ്മേ ബായ്, അങ്ങനെയൊക്കെ പെട്ടെന്ന് പറയുന്നത്. അതായത് ഒരു വെറുതെ നമ്മൾ ഒന്ന് നോക്കിയിട്ട് അമ്മേ ബായ്, അമ്മേ ഹായ് അങ്ങനെയൊക്കെ പറയും. ഉറക്കത്തിലൊക്കെ വെറുതെ അമ്മേ ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നമ്മൾ പണിക്കാട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം 5 മാത്രമുള്ള വീട്ടിലെ പിള്ളേരും അമ്മയും അച്ഛനും നീൽച്ചാണ്ടനൊക്കെ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. കൊച്ചായിക്ക് സുഖമില്ലാണ്ട്, അതായത് ഞങ്ങളുടെ അമ്മായിക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലാണ്. അതാണ് അമ്മ എന്നെ കൊണ്ടുവന്നാക്കി തരാൻ കാരണം. കാരണം ഇവരാരും എന്നെ എടുക്കാൻ അങ്ങോട്ട് വരാൻ, നീൽച്ചാണ്ടൻ എന്നോട് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം എടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ചേട്ടൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അമ്മേനെ ഉണ്ടാക്കി തരേണ്ടി വന്നു. അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്കിട്ട് പോകുമ്പോൾ പിള്ളേർ വാശി പിടിച്ചിട്ട് ഞങ്ങൾ 2 പേരും കൂടി എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട്, എന്ത് ചെയ്യാനാണ് നമ്മുടെ സിറ്റുവേഷൻസ് അല്ലേ, നമ്മളത് ഹാൻഡിൽ ചെയ്തേ പറ്റൂ. വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്ത് ഇതേപോലെ കളിക്കാൻ വിട്ട് അവർ ഹാപ്പിയാണ്. നമുക്ക് കുറച്ച് പണിയുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഡാൻസ് പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരുടെ ഒരു പരിപാടിക്ക് വരുന്നുണ്ട്. അതൊക്കെ എൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വഴിയേ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും വിളക്ക് കാണിക്കാം. വിളക്കൊക്കെ എടുത്തേച്ച് തുടയ്ക്കണം ആദ്യം തന്നെ. ഐനൂസ് എൻ്റെ പിന്നാലെ കരഞ്ഞ് നടക്കാട്ടെ, എന്തോ ഒരു കാര്യത്തിന് വാശി പിടിച്ചിട്ട്, വേറെ ഒന്നല്ല, അത് എണ്ണ കിട്ടാണ്ട്, വിളക്കിൽ എണ്ണ അവന് കിട്ടാണ്ട് അവന് തുറന്നൊഴിക്കാണ്ട് ഭയങ്കര വാശിയിൽ നടക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കരയുമ്പോൾ ഞങ്ങൾ ഒരുപാട് അവോയ്ഡ് ചെയ്യും കേട്ടോ. കാരണം മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ആ സമയത്തേക്ക് ഇവരെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ അല്ലൂസ് ഐനൂസ് മിക്കപ്പോഴും ഒരുമിച്ചാൽ കരയും. അറ്റ് എ ടൈം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഞാനെന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതൊക്കെ കഴിയുമ്പോൾ എനിക്ക് വിഷമം. പാവം പിള്ളേരും നമ്മൾ ആവശ്യമുള്ളൊരു സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഒപ്പം കരയുമ്പോൾ നമുക്കത് എന്താ പറയുക, ഒരുമിച്ച് സാധിച്ചൊന്നും കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാനല്ലേ, അതൊക്കെ വിടുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇറയൊക്കെ ഒന്ന് തുടച്ചിട്ട് വേഗം വിളക്ക് വയ്ക്കാം. അമ്മയും പോരിക്കായിട്ട് അവരെന്തായാലും വൈകിട്ട് വരും, ചേട്ടനായിട്ട് വരും. അപ്പോൾ വിളക്കൊക്കെ വെച്ച് പറഞ്ഞ പോലെ നന്നായി പ്രാർത്ഥിച്ചു. ആർക്കും ഒരു ആപത്തില്ലാതെ എല്ലാവരും നന്നായി കാക്കണേന്ന്, നിങ്ങളെ നന്നായി കാക്കട്ടെ കേട്ടോ ഗൈസ്.